യൂട്യൂബിലെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ഹാനികരമാണോ? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എൻ്റെ കുറച്ച് തോട്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും. ലോജിക് ഓഫ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ, അതായത് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ എങ്ങനെയാണ് ടീച്ചേഴ്സിന് അടിപൊളിയായി ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്, ഇത് എപ്പോഴും വർക്ക് ചെയ്യുമോ ആക്ച്വലി. മൂന്നാമത്, ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യുമോ. നാലാമത്തെ കാര്യം, ഇതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരണോ. ആൻഡ് ലാസ്റ്റ്, ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ലോജിക് ഓഫ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ. എങ്ങനെയാണ് ടീച്ചേഴ്സിന് എഫക്റ്റീവ്ലി ഓരോ വർഷവും ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, എങ്ങനെയാണ് യൂട്യൂബിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രഡിക്റ്റ് ചെയ്ത ചോദ്യങ്ങൾ അതേപോലെ പരീക്ഷയിൽ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ലോജിക്? മക്കൾ, ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് കോമൺ സെൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടോ. അതായത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസിൻ്റെ അത് 10 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഏത് ക്ലാസ്സിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾ കുറേ ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൽ ഓണപരീക്ഷയുടെ എടുക്കുക, ക്രിസ്മസ് പരീക്ഷയുടെ എടുക്കുക, മോഡൽ എക്സാം എടുക്കുക, പബ്ലിക് എക്സാം എടുക്കുക, എല്ലാം നിങ്ങളിങ്ങനെ എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മിക്ക പരീക്ഷകൾ എന്ന് പറയുമ്പോൾ 90% പരീക്ഷകളിലും ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ എക്സ്ട്രാപ്പൊളേഷനാണ്. ഇനി അടുത്ത വർഷത്തെ പരീക്ഷയിലും ഇതേപോലത്തെ ഒരു ചോദ്യം, അല്ല അതേ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് വളരെ കോമൺ സെൻസിക്കലായിട്ട് കാര്യമാണ്. ഇതിന് ഭയങ്കര ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഡേറ്റ അനാലിസിസിൻ്റെ ആവശ്യമുള്ളൂ. അത് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ 1000 സ്റ്റുഡൻസ് 1000 പ്രാവശ്യം ഇത് ചെയ്യുന്നതിന് പകരം ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ലോജിക് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ 5 വർഷത്തെ SSLC പേപ്പർ എടുത്ത് നോക്കുമ്പോൾ 4 വർഷവും ഞാൻ നിക്രോമിൻ്റെയോ അല്ല ടങ്സ്റ്റൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടീസിൻ്റെ ചോദ്യങ്ങൾ ഞാൻ കണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വന്നത് പറയും, മക്കളെ ഇത് പഠിച്ചു പോയിക്കോ, നാളത്തെ പരീക്ഷയിൽ ഇത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക. 4 out of 5 ടൈംസ് വന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ടും അത് വരാനാണ് കൂടുതൽ പ്രോബബിലിറ്റി. അത്രയുള്ള സംഗതി. മാത്സിലായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്താണെന്നുള്ള ചോദ്യം കഴിഞ്ഞ 5 വർഷത്തെ പരീക്ഷയിൽ 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്താണ്, നിങ്ങൾക്ക് വരാനുള്ള പരീക്ഷയിൽ അത് ചോദിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ്റെ ഒരു ലോജിക്ക്. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു കുട്ടിക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ, പക്ഷേ അത് ഒരു ടീച്ചർ ചെയ്തു തരുന്നു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ഇതിലൊന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഒരു അസംഷൻ വീണ്ടും ഉണ്ട്. ഈ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നടന്ന പരീക്ഷകളുടെ അതേ പാറ്റേണിലായിരിക്കും ഇനി വരുന്ന പരീക്ഷകൾ നടക്കുക എന്നുള്ളൊരു അസംഷനിലാണ് ടീച്ചേഴ്സ് പ്രഡിക്ഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേണിലാണ് പേപ്പർ ഇനിയും വരാൻ പോകുന്നതെങ്കിൽ, അല്ലെ അതേ ഒരു ഡിഫിക്കൽട്ടിയിലാണ് പേപ്പർ ഇനിയും വരാൻ പോകുന്നതെങ്കിൽ ഇത് അങ്ങോട്ട് ഇനിയും വർക്ക് ചെയ്യും. ഈ അടുത്ത വർഷം വർക്ക് ചെയ്യും, അതിൻ്റെ അടുത്ത വർഷം വർക്ക് ചെയ്യും. പക്ഷേ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി പേപ്പറിന് ഉണ്ടാവും എന്നുള്ളതാണ്. ആ അസംഷൻ എന്ന് ഫെയിൽ ആവുന്നോ അന്ന് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ഇൻഡസ്ട്രി തന്നെ ഒരു പക്ഷേ ഫെയിൽ ആവും. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം. പക്ഷേ ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത് സിമ്പിൾ എക്സ്ട്രാപൊളേഷനാണ്. പ്രീവിയസ് ഇയറിന് മുന്നോട്ടുള്ള എക്സ്ട്രാപൊളേഷനാണ്. അതിൽ കൂടുതലായിട്ട് ഇതിലൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയാം. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് എപ്പോഴും വർക്ക് ചെയ്യും, എല്ലാ സന്ദർഭങ്ങളിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഈ ടേബിൾ എന്തോ പബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഡേറ്റയിൽ നിന്ന് എടുത്ത ടേബിളൊന്നും അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ട ഒരു സംഭവമാണ്. അതായത് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രഡിക്ഷൻ്റെ എഫക്റ്റീവ്നെസ് 2 പേഴ്സ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കാം. ഒന്ന് ടീച്ചറിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന്, അതായത് ബേസിക്കലി ടീച്ചർ ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വരുമോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം, അതിലൊരു ഇപ്പോൾ ടീച്ചർ 10 ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ 8 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വരുമോ. അങ്ങനെ വരികയാണെങ്കിൽ ടീച്ചറിന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റുഡൻറ്റിന് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക. അതായത് നിങ്ങൾ ഒരു ടീച്ചർ 10 ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്തു, അത് 8 ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വന്നു. പക്ഷേ ആ 10 ക്വസ്റ്റ്യൻ പഠിച്ച കുട്ടിക്ക് ഒരു പക്ഷേ എന്താണ്, അത് ഫുള്ള് റീകളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കാരണം വെറുതെ പഠിച്ച് മാത്രം പോരില്ല, അത് പരീക്ഷയിൽ റീകളക്ട് ചെയ്യാൻ പറ്റണ്ടേ, റീകളക്ട് ചെയ്ത് എഴുതാൻ പറ്റണ്ടേ. അത് പക്ഷേ 10 ക്വസ്റ്റ്യൻ പഠിച്ചവർ ചിലപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ റീകളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് അത് വർക്ക് ആയില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ എഫക്റ്റീവാണ്, വളരെ ഈസി ആയിട്ട് ടീച്ചറിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വർഷം വരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റുഡൻറ്റിനൊന്നും വളരെ യൂസ്ഫുള്ളാണ്, അത് എഴുതാനും പറ്റുന്നുണ്ട്. അടിപൊളി. ആ പ്രഡിക്ഷൻ വീഡിയോ കണ്ടുപോയ കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, എഴുതാൻ പറ്റുന്നുണ്ടോ ഓൺ ജനറൽ. ഓക്കെ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ആവറേജ് എടുക്കുകയാണെങ്കിൽ. ക്രിസ്മസ് എക്സാമിനും ഇതേ പരിപാടി റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. പക്ഷേ പബ്ലിക് എക്സാമിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടീച്ചറിൻ്റെ എൻഡിൽ നിന്ന് വീണ്ടും ടീച്ചർ എഫക്റ്റീവായിട്ട് പ്രഡിക്റ്റ് ചെയ്യും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ സ്റ്റുഡൻറ്റിന് അത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഇവിടെയും വീണ്ടും കോമൺ സെൻസ് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഓണപ്പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും 2 ചാപ്റ്റർ അല്ലെ 2.5 ചാപ്റ്ററൊക്കെ മാക്സിമം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫിസിക്സിലൊക്കെ 2-2.5 ചാപ്റ്റർ, മാത്സിലൊക്കെ പോയാൽ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ട്.
അപ്പം 3 ചാപ്റ്റർ എന്ന് ഒന്നാമത് വളരെ കുറച്ച് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. കാരണം വളരെ ലിമിറ്റഡ് ടോപ്പിക്സ് അല്ലേ ഉള്ളൂ. കുട്ടിക്കും എന്താണ് അത് മാത്രം പഠിച്ചു പോയാൽ മതി. 3 ചാപ്റ്ററിലെ അല്ലെങ്കിൽ 2.5 ചാപ്റ്ററിലെ കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള ഒരു പരീക്ഷയ്ക്ക് ഇറ്റ് ഇസ് നോട്ട് വെരി ബിഗ് ഡീൽ. നിങ്ങൾക്ക് വേണേൽ പോയിട്ട് എന്ത് ചെയ്യാം, ആ തലേദിവസം പോയിട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ട് വേണം പോയിട്ട് പല ക്വസ്റ്റൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടില്ല. ക്രിസ്മസ് എക്സാമിന് സെയിം ലോജിക്. പബ്ലിക് എക്സാമിന് ഇത് അത്രത്തോളം വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? പബ്ലിക് എക്സാമിന് വീണ്ടും 2 ചാപ്റ്റർ അല്ല ഉള്ളത്. പബ്ലിക് എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാത്സിലാണ് 11 ചാപ്റ്റർ, SSLCൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. +1 ആണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും ഉണ്ടാവുക. +1 +2 അത് 14-15 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ പല ചാപ്റ്റേഴ്സും നിങ്ങൾ പണ്ട് പഠിച്ചതായിരിക്കും. പണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ വെച്ച് പഠിച്ചത് അതും കൂടി ആയിരിക്കും. ഒന്നും അറിയുണ്ടാവില്ല, ബേസിക്സ് ഒന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീച്ചറിന് വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടീച്ചറിന് വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ ഉണ്ട്. പരീക്ഷ അതേപോലെ തന്നെയാണ് വരുമെങ്കിൽ ഫ്രം ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് വെരി ഈസി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇന്ന ക്വസ്റ്റ്യൻസ് വരും, ഇന്ന ഡെറിവേഷൻസ് വരും എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്കത് കേട്ടിരിക്കാനും എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ 14 ചാപ്റ്റർ അല്ലെങ്കിൽ 10 ചാപ്റ്ററിലെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുള്ളായിട്ട് പഠിച്ചെടുത്ത് വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, എന്നിട്ട് പരീക്ഷയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ട ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ, നിങ്ങൾ എന്താണ് നേരത്തെ ഈ ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ ഈ ടോപ്പിക്സോ പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ് നിങ്ങൾ ഇതുവരെ കാണാത്ത കുറേ ഇക്വേഷൻസോ കാണാത്ത കുറേ സംഗതികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഓർത്ത് വെക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഡിക്ഷനിൽ ടീച്ചർ പറയും ഇത് വന്നു പറയും. പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണ്, നിങ്ങൾ നേരത്തെ പഠിക്കാത്തവരാണെങ്കിൽ ഇത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓണപ്പരീക്ഷയ്ക്ക് ഇത് വർക്ക് ചെയ്യും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് വർക്ക് ചെയ്യും. പക്ഷേ അതേ കോൺഫിഡൻസിൽ പബ്ലിക് എക്സാമിൽ അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ അതേസമയം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യുമെന്നാണ്. ഓക്കെ, ഓൺ ആൻ ആവറേജ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ടേബിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ എപ്പോഴൊക്കെ വർക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യും. ആർക്കൊക്കെയാണത് കൂടുതൽ വർക്ക് ചെയ്യുക, ആർക്കൊക്കെയാണത് കുറവ് വർക്ക് ചെയ്യുക, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. വീണ്ടും ഈ ടേബിളൊക്കെ എന്തോ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ഡേറ്റയൊന്നുമല്ല, വീണ്ടും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒരു തോട്ട്സ് ആയിരിക്കും ഉണ്ടാവും. നിങ്ങൾക്ക് നമ്പർ എന്ത് ചെയ്യാം, നിങ്ങളുടെ രീതിയിൽ എന്തൊക്കെ മാറ്റാം, എനിക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ആർക്കൊക്കെ വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കാൻ വേണ്ടി 2 സ്റ്റുഡൻസിൻ്റെ കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിൽ സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2. സ്റ്റുഡൻറ്റ് 1 വിത്തൗട്ട് പ്രഡിക്ഷൻ, അതായത് പ്രഡിക്ഷൻ വീഡിയോ ഒന്നും കാണുന്നില്ല ആ കുട്ടി പോയി പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ കുട്ടിക്ക് എസ്യൂം ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, 65 മാർക്ക് 50 കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അത്രയും പഠിച്ചൊരു കുട്ടിയാണ്. അത് പ്രഡിക്ഷൻ ഒന്നും കണ്ടിട്ടില്ല, പരീക്ഷയുടെ മുൻപ് മാരത്തോൺ ലൈവ് അങ്ങനത്തെ പരിപാടി ഒന്നും കണ്ടില്ല. ആ കുട്ടി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ നേരത്തെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് 65 മാർക്ക് 80 കിട്ടുമെന്ന് വിചാരിക്കും. അതേ കുട്ടി ഈ തലേന്നുള്ള മാരത്തോണും ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കണ്ടാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് ആ കുട്ടിക്ക് ഒരു 75 എത്താൻ പറ്റും, 75+ കിട്ടും. അതെന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ്. ആ കുട്ടി മാരത്തോണും ഈ പ്രഡിക്ഷൻ ഒന്നും കാണാതെ ആ കുട്ടി സ്വന്തമായിട്ട് എന്തായിരിക്കും ചെയ്യുക, ആ സമയത്ത് സ്വന്തമായിട്ട് ആ കുട്ടി പഠിച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ടാവും, വിച്ച് ഹാപ്പൻസ് ഇൻ മാരത്തോൺ. അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ആ കുട്ടി സ്വന്തമായിട്ട് തപ്പി പിടിച്ച് ഏതെങ്കിലും ബുക്കുന്നോ അല്ലെ എക്സാമിനറിൻ്റെ PYQ വീഡിയോ സൊല്യൂഷൻസ് നോക്കി എന്ത് ചെയ്യും, ആ കുട്ടി തപ്പി പിടിച്ച് കാണുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും അവസാന ദിവസങ്ങൾ ആ കുട്ടി പഠിക്കുക. അല്ലാണ്ട് വേറെ ഒന്നും ആ കുട്ടിക്കും ചെയ്യാനില്ലല്ലോ. അതേ കാര്യം കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടായിരിക്കും യൂട്യൂബിൽ നമ്മൾ ചെയ്തു തരാം. കുറച്ചുകൂടി പെട്ടെന്ന് എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഈ പ്രഡിക്ഷൻ വീഡിയോയിലൂടെ അതേ ചോദ്യങ്ങൾ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്വന്തമായിട്ട് അത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത എന്തുണ്ടാവും, ഈ പ്രഡിക്ഷൻ വീഡിയോ മാരത്തോണിലൊക്കെ പങ്കെടുത്താൽ നാച്ചുറലി അത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഓൾറെഡി പഠിച്ച ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യങ്ങൾ. നിങ്ങളും ഒരു പക്ഷേ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൊന്ന് വാലിഡേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് 2 എടുക്കുകയാണെങ്കിൽ ആ കുട്ടി കാര്യമായിട്ട് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷനും വീഡിയോ ഒന്നും ഇല്ലാതെ പരീക്ഷ ഹാളിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 30 മാർക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഫെയിൽ ആവാനുള്ള ഒരു ലെവലിലാണ് ഉള്ളത്. ആ കുട്ടി വന്നിട്ട് എന്താണ് ഈ പ്രഡിക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ വീണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കുട്ടിക്ക് ഒരു 55+ അല്ലെ 60 ഒക്കെ ചിലപ്പോൾ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ല മെമ്മറി പവറൊക്കെ ഉള്ള കുട്ടിയാണ്, നന്നായിട്ട് അവസാന ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 60 വരെ ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഏതിലാണ് നിങ്ങൾക്ക് പെടാൻ ആഗ്രഹം എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടാനാണ് ആഗ്രഹം, സെക്കൻഡ് കാറ്റഗറിയിലാണ്. കാരണം സെക്കൻഡ് കാറ്റഗറിയാണ് കുറച്ചും കൂടി എന്താണ് നമ്മളെ ആകർഷിക്കുന്നത്. കാരണം നിങ്ങൾ അടിച്ച് ഓൾമോസ്റ്റ് ഡബിളായി മാർക്ക്. ഇവിടെ ഡബിളൊന്നും ആയില്ല, ഓൾറെഡി പഠിച്ചു, പക്ഷേ പ്രഡിക്ഷൻ കണ്ടിട്ട് ചിലപ്പോൾ 10 മാർക്ക് കൂടി. പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാർക്കേ കൂടിയിട്ടുണ്ടാവുള്ളൂ.
ഇവിടെ അങ്ങനെ ഒന്നല്ല. ഇവിടെ നേരെ ഡബിൾ ആവുമോ അല്ലെങ്കിൽ വളരെ വലിയൊരു 80-100% ചേഞ്ച് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്താണ് ഒന്ന് പഠിക്കാതിരിക്കല്ലേ നല്ലത്, അങ്ങനെയാണ് ഇത്ര മാർക്ക് കിട്ടില്ലേ എന്നൊക്കെ തോന്നും. ഇതൊക്കെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിന് വർക്കുള്ളൂ. പബ്ലിക് എക്സാമിൽ വരുമ്പോൾ അത് വീണ്ടും പ്രശ്നമായി കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൽ പെടുത്താനാണ്, അല്ല ഇതിൽ ഈ ഒരു കാറ്റഗറിയിൽ വരാനാണ് നിങ്ങൾക്ക് തോന്നുക. പക്ഷേ ഇതിലൊരു ഡേഞ്ചർ എന്താണെന്നറിയോ? നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ലെവലിൽ നിന്നാൽ മതിയെങ്കിൽ ഒബ്വിയസ്ലി ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. വീണ്ടും ക്രിസ്മസ് ഓണം പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് കുറച്ചും കൂടി പഠനത്തിലൊക്കെ ഉയർന്ന് പിന്നീട് നിങ്ങൾ +1ഉം +2ഉം അതിനുശേഷം കോളേജിലൊക്കെ എത്തുമ്പോൾ അക്കാഡമിക്കലി നല്ല രീതിയിലാണ് പോകാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്നാൽ അത് നടക്കില്ല. പിന്നെ ഇത് പറയുമ്പോഴും ഇതിൽ വേറൊരു റിസ്ക്കും കൂടി ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ എന്നറിയോ? റിസ്ക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പരീക്ഷാ പേപ്പർ നമ്മൾ ഓൾറെഡി കണ്ട പരീക്ഷാ പേപ്പറുകൾ പോലെ ആവുമ്പോഴേ ഈ സംഗതി ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. കഴിഞ്ഞ വർഷത്തെ +1 മാത്സ് എക്സാം നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ആ പരീക്ഷാ പേപ്പർ ഭീകര സംഭവമൊന്നും ആയിരുന്നില്ല. ഇൻ ദ സെൻസ് ആ പരീക്ഷാ പേപ്പറിൽ എന്താണ് വലിയ JEE ലെവലോ അല്ലെങ്കിൽ കീം ലെവൽ ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല. ബേസിക് NCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പക്ഷേ അതിലുള്ള അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൊരു വലിയൊരു മാറ്റം വന്നത് എന്തായിരുന്നു? അതുവരെ ആ വർഷത്തിൽ തന്നെ നടന്ന ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഓണപരീക്ഷ ഒഫീഷ്യലി നടന്നില്ല, മോഡൽ എക്സാം ആയിക്കോട്ടെ, അതിലൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച അതേ ഫോർമാറ്റിലുള്ള ഒരു രീതി പറഞ്ഞാൽ കോമഡി ചോദ്യങ്ങൾ ചോദിച്ചു പെട്ടെന്ന് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് അവർ ലെവൽ കൂട്ടി. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ സംഭവിച്ചാൽ ഈ 30 അർഹിക്കുന്ന കുട്ടി 55ലേക്ക് എത്താൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ആ കുട്ടിക്ക് ചിലപ്പോൾ 30 ഒരു 35ലേക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ആ പ്രഡിക്ഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ വരണമെന്നില്ല. അതേസമയം ഈ കുട്ടിക്ക് ഇവിടേക്ക് എത്താൻ പറ്റുമോ? ഈ കുട്ടിക്ക് ഒരു പക്ഷേ എന്താണ് വീണ്ടും 65 75 എത്തിയില്ല, ചിലപ്പോൾ 72ലേക്കൊക്കെ എത്താൻ പറ്റും. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ബേസിക്സ് ഒക്കെ പഠിച്ച കുട്ടിയാണ്. ആ ബേസിക്സ് പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പരീക്ഷ ഡിഫിക്കൽട്ടായിട്ട് വന്നാലും അതിൽ വലിയൊരു മാർക്കിൽ പ്രശ്നം ഉണ്ടാവില്ല ആ കുട്ടിക്ക്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാവും, റിസ്ക് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പരീക്ഷ ഡിഫിക്കൽട്ട് ആക്കുന്നതിന് എക്സാമിനറിനോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇൻഫാക്ട് എനിക്ക് പരീക്ഷ എപ്പോഴും ഡിഫിക്കൽട്ട് ആക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. കാരണം അല്ലെങ്കിൽ എന്താണ്, ഞാൻ പഠിപ്പിച്ച കാര്യം തന്നെ നിക്രോമിൻ്റെ പ്രോപ്പർട്ടിയും ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടിയും തന്നെ ഞാനും എല്ലാ വർഷം ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇറ്റ് ഈസ് വെരി ബോറിംഗ്. എനിക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പഠിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അതൊക്കെ പരീക്ഷയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ത്രില്ലാണ്. ഇതിലൊരു ത്രില്ലും ഇല്ല. ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ വരുന്ന ഇൻഫാക്ട് ആക്ച്വലി ഒരു ത്രില്ലും ഇല്ല ഇതിൽ. അപ്പോൾ പരീക്ഷ പേപ്പർ ഡിഫിക്കൽട്ട് ആക്കണം, പക്ഷേ അത് ഒരു മര്യാദ വെച്ചൊരു ഡിഫിക്കൽട്ട് ആക്കണം. ഇൻ ദ സെൻസ് നിങ്ങൾ ഡിഫിക്കൽട്ട് ആക്കിക്കോളൂ. നിങ്ങൾ ഓണ പരീക്ഷ അതിനനുസരിച്ച് ആക്കൂ, ക്രിസ്മസ് പരീക്ഷ അങ്ങനെ ആക്കൂ, മോഡൽ എക്സാമോ അങ്ങനെ ആക്കൂ. അപ്പോൾ സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യട്ടെ പരീക്ഷ ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് അവർ ഉയർത്തും. എന്നിട്ട് നിങ്ങൾ പബ്ലിക് എക്സാം ഡിഫിക്കൽട്ട് ആക്കും, എന്ത് വേണമെന്ന് ചെയ്യും, വിഷയമുള്ള കാര്യമില്ല. പക്ഷേ അത് നേരത്തെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കുട്ടികൾ ആ ലെവലിലേക്ക് ഉയർത്തിയിട്ട് ഇതൊക്കെ ചെയ്യാം. അല്ലാണ്ട് വെറുതെ ചാടിക്കയറി ഒരു പരീക്ഷ പെട്ടെന്ന് അങ്ങോട്ട് ആക്കുമ്പോൾ അത് വലിയൊരു സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഉണ്ടാവുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് പരീക്ഷ ഡിഫിക്കൽട്ട് ആക്കുന്നതിന് എനിക്ക് ഒരു എതിർപ്പില്ല. ആക്ച്വലി ഞാൻ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു കാര്യം, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എപ്പോഴാണ് വർക്ക് ചെയ്യുക, ആർക്കാണ് വർക്ക് ചെയ്യാന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു സംഗതി, ഈ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ, ഈ ഒരു പരിപാടി നിങ്ങളുടെ ഫ്യൂച്ചറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുക? അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ +1 +2ൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പരിപാടി നിങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ +1ൽ പഠിക്കുന്ന കുട്ടിയാണ് +2ൽ അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ എങ്ങനെയായിരിക്കും ഇത് ഇമ്പാക്റ്റ് ചെയ്യുക? നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ, എത്രത്തോളം മോശമാണ്? അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ 2 കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. ഫസ്റ്റ് കാറ്റഗറി, നിങ്ങൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ സീരിയസ് ആയിട്ട് എഴുതി നല്ല കോളേജിലൊക്കെ കയറാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ. രണ്ടാമത്തത്, നിങ്ങൾ അങ്ങനെ എൻട്രൻസിനൊന്നും പ്രിപ്പയർ ചെയ്തില്ല, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുമെന്ന് പോലുമില്ല, നിങ്ങൾ ബോർഡ് എക്സാമൊക്കെ എഴുതി അതിലും നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് മാർക്ക് കിട്ടി, നിങ്ങൾ കോളേജിൽ, കാരണം 2 രീതിയിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ വീഡിയോ മാത്രം കണ്ടുപോകണമെങ്കിൽ. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ വീഡിയോ കണ്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, ആസ് ലോങ് ആസ് നിങ്ങൾ ഓൾറെഡി നന്നായി പഠിച്ചവരാണെങ്കിൽ. അത് നിങ്ങൾക്ക് ഗുണേ ചെയ്യുള്ളൂ. ഓക്കെ, അത് ഏത് പെർസ്പെക്റ്റീവ് ആലോചിച്ചാൽ നിങ്ങൾ ഗുണേ ചെയ്യുള്ളൂ. പക്ഷേ അത് മാത്രം കണ്ടുപോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനൊക്കെ നിങ്ങൾ പിന്നീട് +1 +2 പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റിപ്പീറ്റിങ്ങിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ പോകാതിരിക്കുകയായിരിക്കും നല്ല. കാരണം നിങ്ങൾക്ക് ഒരു ബേസും ഉണ്ടാവില്ല. ആ ഒരു ബേസും ഇല്ലാതെ നിങ്ങൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ്, JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ CUET ഇപ്പോൾ വലിയ കോമ്പറ്റീറ്റീവ് അല്ല, പക്ഷേ ഇനി വരുന്ന വർഷങ്ങളിൽ അതും കോമ്പറ്റീറ്റീവ് ആവും. എല്ലാ എൻട്രൻസ് എക്സാമും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീറ്റീവ് തന്നെയാണ്. അങ്ങനത്തെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിൽ ഈ ബേസിക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ഈ പ്രഡിക്ഷനിൽ വെച്ചിട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ
നിങ്ങളെ ഈ ഒരു പരിപാടി നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സീരിയസ്ലി ഡെയിലി പഠിക്കുക, ബേസിക്സ് ക്ലിയർ ആക്കുക, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിക്കലി മാറിക്കോണം, അല്ലെങ്കിൽ നിങ്ങളുടെ പണി പാളും. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത് നിങ്ങൾ +1 +2 ജസ്റ്റ് ബോർഡ് എക്സാം മാത്രമേ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ഇത് എത്രത്തോളം നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും. അത് ഡിപ്പെൻസ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യും സാർ? ഫസ്റ്റ്, നിങ്ങൾക്ക് എത്രത്തോളം ഈ പഠിക്കുന്ന സബ്ജക്ട്സ്, സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അത് ഓരോ കുട്ടിക്കും ഓരോ പോലെ ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഇപ്പോൾ അറിയുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +1 +2 നിങ്ങൾ ഒന്ന് എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ 10ാം ക്ലാസ് വരെ നിങ്ങൾ ഉഴപ്പി പോയാണെങ്കിൽ +1 +2 നന്നായി പഠിച്ച് നല്ല രീതിയിൽ ആയി വരുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ജനറലി സയൻസ് സബ്ജക്ട്സ് ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഓർത്ത് വെക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ജനറലി ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാൻ പറ്റും, ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് +1 +2 ഡീസൻറ്റ് മാർക്സ് ഉണ്ടാക്കാൻ പറ്റും, ബോർഡ് എക്സാം മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ. അതേസമയം നിങ്ങൾ അങ്ങനത്തെ ഭയങ്കര ഇങ്ങനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ കഴിവൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സ്ട്രഗിൾ ചെയ്യും. കാരണം +1 +2 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു. ഇതിൽ വേറൊരു ഫാക്ടറും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാസ്പിംഗ് പവർ മാത്രം ഉണ്ടായ പോലെ ഗ്രാസ്പിംഗ് പവറും വെച്ച് നിങ്ങൾ കഷ്ടപ്പെടണം +1 +2. അതായത് +1 +2 നിങ്ങൾ ഈ പ്രഡിക്ഷൻ പരിപാടി മാത്രം ആശ്രയിച്ചാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ബോർഡ് എക്സാമിൻ്റെ കാര്യവും വളരെ അവതാളത്തിലാവും. അപ്പം ഗ്രാസ്പിംഗ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ മാത്രമേ, കാരണം നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒന്നും അറിയില്ല, ബേസ് ഇല്ല. അപ്പോൾ ബേസ് ഉണ്ടാക്കിയെടുത്ത് വേണ്ടി വരും നിങ്ങൾ +1 +2 ബോർഡ് എക്സാമിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും പ്രഡിക്ഷൻ മാത്രം നിങ്ങൾ SSLC വരെ ആശ്രയിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ +1 എത്തുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി എന്താണ്, പണി കൂടും. എങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിലും അതിൽ പണി കൂടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്ന് വെച്ചാൽ ഗുണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വേറൊരു ഫാക്ടറും കൂടി ഇതിലുണ്ട്. ഈ +1 +2 എൻട്രൻസ് എക്സാം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ആസ് ഒരു ബ്രോഡ് പേഴ്സ്പെക്റ്റീവ് നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ എളുപ്പപരിപാടിയിലൂടെ കുറേ ബെനിഫിറ്റ് കിട്ടുന്ന പരിപാടിയില്ല. അതായത് പ്രഡിക്ഷൻ 2 ദിവസം പഠിച്ചു മാർക്ക് കിട്ടുന്ന പ്രഡിക്ഷൻ, ഈ പരിപാടി ലൈഫിൽ എവിടെയും വർക്ക് ചെയ്യില്ല കേട്ടോ മക്കളെ. ഈ 10ാം ക്ലാസ്സിലും +1 +2 ചിലപ്പോൾ വർക്ക് ചെയ്യായിരിക്കും. പക്ഷേ ലൈഫിൽ നിങ്ങളെല്ലാം ഇങ്ങനെ ഉടായ്പ് ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടി ലൈഫിൽ ജനറലി വർക്ക് ചെയ്യില്ല. ലൈഫിൽ ജനറലി നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി വലിയ റിസൾട്ട്സും വലിയ ഗുണങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഈ അവസാന നിമിഷം പരിപാടി നിങ്ങളെ വലിയ നിലയിലേക്കൊന്നും എത്തിക്കാൻ പോകുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇതിലിപ്പോൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ +1 മാത്സിൽ കണ്ടു, പക്ഷേ അതൊരു അനോമലി മാത്രമായിരുന്നു. അതെന്തുകൊണ്ടും അങ്ങനെ ആയിപ്പോയത്. ബാക്കിയുള്ള പേപ്പറൊക്കെ എന്താണ് സാധാരണ സ്റ്റാൻഡേർഡ് പേപ്പർ തന്നെയായിരുന്നു, അതിൽ വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി അങ്ങോട്ട് എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചൊരു CBSE മാത്സിൻ്റെ ക്ലാസ്സിൽ നിന്ന്, യെസ് ഇൻഫാക്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്ത് മനസ്സിലാവും. CBSE ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചൊരു ചോദ്യമാണ്. CBSE 2017 പരീക്ഷാ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ നോക്കി നോക്ക്. എന്നിട്ട് നിങ്ങൾ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നതെങ്കിൽ, +1 +2 സ്റ്റേറ്റ് സിലബസിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും? ഒരു എക്സാം സെറ്റിംഗിൽ നിന്ന് ആലോചിക്കണം, പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. എനിക്കറിയില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കാര്യം, സൂപ്പർ അടിപൊളി, നിങ്ങൾ വേറെ ലെവലാണ് സംഭവിച്ചു. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരു 10% കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടുള്ളൂ. അത് സാർ അത് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ എന്താ മോശമാണോ? അങ്ങനെ അതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. CBSE കുട്ടികൾ എന്തോ ഭയങ്കര എക്സ്ട്രാ ബുദ്ധിയുള്ളവർ, അല്ലെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾ അത്ര വലിയ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ CBSE പഠിക്കുന്ന കുട്ടികൾ ഇത് പരീക്ഷയിലല്ല ഈ ആദ്യമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. ആ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഇതിനും അപ്പുറം ലെവലിലുള്ള ചോദ്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ പഠിപ്പിക്കും, നമ്മളും ചെയ്യുന്നുണ്ട്. ബാച്ചിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊത്തം പ്രോസസ്സിലൂടെ അവർ വന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബുദ്ധി ഇല്ലെങ്കിലും അവർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് CBSE പരീക്ഷയിൽ ചെയ്യാൻ പറ്റും. പിന്നീട് +1 +2 അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അവിടെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ എഞ്ചിനീയറിങ്ങിനോ മറ്റ് കോഴ്സുകളിൽ പോകുമ്പോൾ അവിടെയും അവർക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ പോയതിൻ്റെ അഡ്വാൻറ്റേജാണ്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു? കാരണം ഈ ഒരു ഇങ്ങനത്തെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ?
നിങ്ങളുടെ വേറെ ഏതെങ്കിലും ബുക്കിലോ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണില്ല. കാരണം എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടാവുന്നില്ല അല്ലേ? കാരണം ഇപ്പോൾ നിങ്ങൾ അയച്ചു, ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ അടിപൊളി 10 ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങളുടെ പരീക്ഷ തലേന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വന്നത് കാണുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഇയാൾ പഠിപ്പിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറില്ല, അതുകൊണ്ട് നാളത്തെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇയാളുടെ ക്ലാസ് കണ്ട് സമയം വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ നല്ല വല്ല അടിപൊളി ആൾക്കാരാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം എന്താണ് സാർ പറയാൻ ഉദ്ദേശിക്കുന്നത്? മക്കളെ, വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് ഈ ലെവലിലാണ് നമ്മുടെ 10ാം ക്ലാസ്സിൽ കേരളത്തിൽ പഠിക്കുന്ന CBSE പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ ഇങ്ങനെ ആക്കിക്കൂടാ? ഇതിൽ എന്താ അത്ര ബുദ്ധിമുട്ട്? സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ കൊണ്ട് ഇത് പറ്റില്ല എന്നാണോ? ഒരിക്കലും ഇല്ല. അടിപൊളി പിള്ളേരാണ് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലായിക്കോട്ടെ, അല്ലാത്ത 10ാം ക്ലാസ്സിലെ ബാച്ചിലായിക്കോട്ടെ, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളോട് പഠിക്കുന്നത്. പക്ഷേ അവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനുള്ള. അപ്പോൾ തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ വളരെ സിമ്പിളാണ്, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടാക്കി മാത്രമല്ല, അത് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന ചോദ്യങ്ങളും പിന്നെ ഈ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും മോഡൽ എക്സാമും ഒക്കെ ആ ലെവലിലേക്ക് മെല്ലെ ഉയർത്തി. അതൊരു പ്രോസസ്സായിരിക്കും. വിത്തിൻ ഒറ്റ ഇയർ കൊണ്ട് പെട്ടെന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വിത്തിൻ 1, 2, 3 ഇയേഴ്സൊക്കെ സ്പാനിൽ ഈ ഒരു ലെവലിലേക്ക് ആക്കി കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് കുട്ടികൾ ഈസി ആയിട്ട് ആ കുട്ടികൾ ഡീൽ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര അടിപൊളി പവർഫുൾ കണ്ടൻറ്റ് ഒരു ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നത്. അതിലൊരു സംശയമില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് മാർക്കൊന്നും ഇല്ലാതാവില്ലേ? അപ്പോൾ ഭയങ്കര പ്രശ്നമാവില്ലേ? A+ ഒന്നും ഇല്ല, അത്രയൊന്നും ഇല്ല. അപ്പോൾ മൊത്തത്തിൽ എന്താണ് എല്ലാവരുടെയും മാർക്ക് കുറയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആർക്കും അത്ര ഗുണമുണ്ടാവുന്നത് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കി. ഇത്രയും A+, 70,000 ഫുൾ A+ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ആക്ച്വലി നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ ഫുൾ A+ കിട്ടിയിട്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കുറയുന്നുള്ളൂ. കാരണം അത്രത്തോളം കുട്ടികൾ ഫുൾ A+ കിട്ടി കോമ്പറ്റീഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഏറ്റവും ദോഷം ഉണ്ടാകുന്നത് ഈ കഷ്ടപ്പെട്ട് ഫുൾ A+ വാങ്ങുന്ന കുട്ടിക്കാണ്. കാരണം ആ കുട്ടിക്ക് എന്താണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാവുന്നില്ല. ഗിവൺ ഈ 70,000 പേര് ഫുൾ A+ കിട്ടി, അടുത്ത വർഷം എത്ര പേര് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 1,00,000 പേർക്ക് കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അത്രത്തോളം കുട്ടികൾക്ക് ഇത് കിട്ടുന്നതോറും, എത്രത്തോളം കുട്ടികൾക്ക് കൂടുതൽ കിട്ടുന്നതോറും അത്രത്തോളം ഇത് മീനിങ്ലെസ് ആയി വരികയാണ് ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, സാർ പക്ഷേ അഡ്മിഷൻ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ നമുക്ക് ഇങ്ങനെ ആൾക്കാരോട് പറയാനോ ഇങ്ങനെ ഫുൾ A+. മക്കൾ, അത് ഈ ഫുൾ A+നോടുള്ള ഇത്രയും ഒരു വില എപ്പോഴാണ് ഉണ്ടാവുക? വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഈ ഫുൾ A+ കിട്ടുമ്പോഴാണ് ഈ ഇത്രയും ഭയങ്കര ഒരു സംഭവമായിട്ട് ഇത് മാറുക അല്ലേ? ഇപ്പോൾ ജെയിലും നീറ്റിലും റാങ്ക് കിട്ടുന്ന ഇത്ര വലിയ സംഭവം കാരണം എന്താണ്? അത് വളരെ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ ഫുൾ A+ ഇത്രയും പേർക്ക് ഇനി കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഒരുപക്ഷെ ഓൾറെഡി മെല്ലെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, 2-3 ഇയേഴ്സിൽ ഈ ഫുൾ A+ന് ഒരു വാല്യൂ ഇല്ലാതെയോ, ജസ്റ്റ് 10ാം ക്ലാസ് പാസ് ആവുന്നതിനോട് തുല്യ രീതിയിലേക്കാവും. അത്രയും ഒരു വിലയെ ആൾക്കാർ ഇതിന് കൊടുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും വെറുതെ ഇങ്ങനെ മാർക്സ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല. നേരെ മറിച്ച് പരീക്ഷ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഈ ഫുൾ A+ഉം നല്ല മാർക്കിലേക്കൊക്കെ നിങ്ങൾക്ക് എയിം ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ അത്രത്തോളം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കുറയും, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമോന്നില്ല. കാരണം നിങ്ങളുടെ അഡ്മിഷനും സെലക്ട് ചെയ്യാം. അവസാനം +1 അഡ്മിഷനാണ് നിങ്ങളുടെ ഇത്രയും വലിയ വിഷയമെങ്കിൽ അത് വീണ്ടും എന്താണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിനുള്ള സീറ്റ്. അപ്പം മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഒരു കാര്യം തന്നെയാണ് പരീക്ഷ ഡിഫിക്കൽട്ട് ആവുന്നത്. പക്ഷേ പരീക്ഷ ഡിഫിക്കൽട്ട് ആക്കുന്നത് മാത്രമല്ല അതിലെ സൊല്യൂഷൻ. മൊത്തത്തിൽ എഡ്യൂക്കേഷൻ്റെ ലെവല്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെവല്, പഠിപ്പിക്കുന്ന രീതിയുടെ ലെവൽ എല്ലാം എലവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് പരീക്ഷയിൽ ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് വെറുതെ ഇട്ടിട്ട് മാത്രം കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെറും അനാലിസിസ് ആയിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതിനുള്ള 100% ഒരു ഉത്തരമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗിവൺ കറണ്ട് സർക്കംസ്റ്റാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ പ്രോപ്പറായി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ എവിടുന്ന് പഠിക്കുന്നു എനിക്ക് വിഷയം അറിയില്ല. നിങ്ങൾ സ്കൂളിൽ നല്ല ക്ലാസ്സാണ്, നല്ല കോൺസെപ്ച്വലി ക്ലാസ്സൊക്കെ എടുത്ത് തരുന്നു, ചോദ്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു, നല്ല ലെവൽ ക്ലാസ്സാണ്, നിങ്ങൾ അത് മാത്രം മതിയോ? നിങ്ങൾ നല്ല ഗ്രാസ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് അത് മാത്രം മതി. അത് ഡെയിലി നിങ്ങളത് പഠിക്കുക, അതിൻ്റെ നോട്ട്സൊക്കെ റിവൈസ് ചെയ്യുക. നിങ്ങളുടെ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ ഒരു ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് മുന്നോട്ട് പോകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
ഈ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ വീഡിയോയിലൊക്കെ കണ്ട് നിങ്ങൾ പരീക്ഷയുടെ ദിവസങ്ങളിൽ അല്ലെങ്കിലും നിങ്ങൾ അതല്ലേ ചെയ്യാൻ പോകുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എല്ലാം നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കുറച്ചും കൂടി എഫക്റ്റീവ്ലി യൂട്യൂബിൽ നിന്ന് ചെയ്യുക. യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് എക്സാമിനർ ചാനൽ ഇനി നമ്മൾ നിർത്താനൊന്നും പോകുന്നില്ല. കാരണം അത് ഓൾറെഡി പഠിച്ച കുട്ടികൾ അല്ലേ, നമ്മുടെ രക്ഷാ ബാച്ച് ആയിക്കോട്ടെ, അഗ്നി ബാച്ച് ആയിക്കോട്ടെ, ഉയരെ ബാച്ചിലായ കുട്ടികൾ ഓൾറെഡി പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നമ്മൾ നിർത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളും അത് വന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രീം ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ. നിങ്ങളുടെ ഫ്യൂച്ചറിനെ എന്ത് ചെയ്യില്ല, അത് നെഗറ്റീവായിട്ട് ഒരു എഫക്റ്റ് ഇല്ല. കാരണം നിങ്ങൾ ഓൾറെഡി ബേസിക്സ് പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിയാണ് എക്സ്ട്രാ എക്സാമിൻ്റെ സമയത്ത് ഈ പരിപാടികളൊക്കെ എക്സ്ട്രാ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്കൂളിലും കാര്യങ്ങളും നല്ല സൗകര്യങ്ങളില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഓൾട്ടർനേറ്റീവ്സ് നോക്കുക. ഈ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഇല്ല. നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷൻ വഴി ആയിക്കോട്ടെ, ഓൺലൈനിൽ എക്സാമിനർ പോലത്തെ പ്ലാറ്റ്ഫോംസിലായിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് നമ്മൾ തരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് നമ്മുടെ ബാച്ചിലൊക്കെ കൊടുക്കുമ്പോൾ, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തവർക്ക് അറിയാം, അത് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രഡിക്ഷൻ പരിപാടി ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് എക്സാമിനർ കാര്യം എനിക്ക് പറയാം. എക്സാമിനർ നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താലും ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് സബ്ജക്റ്റ് പഠിക്കേണ്ട രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കോൺസെപ്റ്റ്സ് പഠിക്കേണ്ട സമയത്ത് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്നു. അതെങ്ങനെയാണോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് അതിലാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ പരീക്ഷയിൽ ഇന്ന ചോദ്യങ്ങൾ വരും അതിനുവേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഒരു പരിപാടി എക്സാമിനറിൽ ഇന്നേ വരെ ചെയ്തില്ല, ഇനി അങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ ട്യൂഷൻ ക്ലാസ്സിലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഹെൽപ്പ് എടുക്കുക. എന്നിട്ട് പക്ഷേ പോയിന്റ് എന്താ, ട്യൂഷന് പോവുക അതല്ല പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോൺസെപ്ച്വലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. എന്നിട്ട് നിങ്ങൾ ഈ പരിപാടി അവസാനം പരീക്ഷയുടെ സമയത്ത് മാരത്തോണിൽ നിങ്ങൾ പങ്കെടുക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. അതിൽ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടി ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ചോദ്യങ്ങൾ, ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ഫുൾ കോൺഫിഡൻസിൽ പരീക്ഷ എഴുതുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേമിലും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ഈ വർഷത്തെ പബ്ലിക് എക്സാമും ബാക്കിയുള്ള പരീക്ഷകളിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും. അതേസമയം ലോങ് ടേമിൽ നിങ്ങൾ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, പിന്നീട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാം എന്താണെങ്കിലും നിങ്ങൾക്ക് അത് ഹെൽപ്പേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ഓൾസോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം കുറേ കുട്ടികൾ ഇതൊന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ പ്രഡിക്ഷനിൽ കാണണോ, കാണാതിരിക്കണോ, മറ്റേ ചെയ്യണോ, അത് ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു കൂട്ടം ഫ്രണ്ട്സിന് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.